പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ഫ്ലോർ ഏരിയ. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇടമാണിത്. വീട് പണിയിൽ നിർമ്മാണ ചെലവിന്റെ 10 മുതൽ 15% വരെ ഫ്ലോറിങ്ങിനായി ഉപയോഗിക്കേണ്ടി വരുന്നു. അതിനാൽ കേടുപാടുകൾ ഇല്ലാത്തതും കൂടുതൽ ഈട് നിൽക്കുന്നതുമായ രീതിയിൽ വേണം ഫ്ലോറിംഗ് ചെയ്യാൻ. ഒരുപാട് ഓപ്ഷനുകൾ ഫ്ലോറിംഗിൽ ഉള്ളതിനാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കൂടുതലാണ്. അവ എന്തൊക്കെയെന്ന് നോക്കാം. അടിത്തറ പൂർത്തിയായ ശേഷം ഓരോ മുറിയും പ്രത്യേകമായല്ലാതെ ഒരൊറ്റ സ്ലാബായി കോൺക്രീറ്റ് ചെയ്ത് തറയൊരുക്കാമോ? എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം? സാധാരണയായി വെള്ളപ്പൊക്ക ഭീഷണിയുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ ഫ്ലോറിംഗ് ചെയ്യുന്നത്. ഫ്രെയിംഡ് സ്ട്രക്ചറായി കെട്ടിടം നിർമ്മിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഫ്ലോറിംഗ് ചെയ്യുന്നത് അഭികാമ്യം. ഈർപ്പം പിടിക്കില്ല, അതുകൊണ്ട് തന്നെ ബലക്ഷയമോ വിള്ളലോ ഉണ്ടാകില്ല. തറ ഒറ്റ നിരപ്പായി തന്നെ ഉള്ളതുകൊണ്ട് ഫ്ലോറിങ്ങും എളുപ്പത്തിൽ ചെയ്യാനാകും. തറ നിർമ്മിക്കുമ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള രീതിയിൽ സ്ലോപ്പ് നൽകാമോ? പണ്ടുകാലങ്ങളിൽ മുറി വെള്ളമൊഴിച്ച് കഴുകിയിരുന്ന ശീലം ഉണ്ടായിരുന്നപ്പോഴാണ് തറ സ്ലോപ്പ് കൊടുത്ത് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിൽ മുറികൾ വെള്ളമൊഴിച്ച് കഴുകാറില്ല. അതുകൊണ്ട് തന്നെ തറയ്ക്ക് സ്ലോപ്പ് നൽകുന്നില്ല, വെള്ളമൊലിച്ചു പോകാനുള്ള ഓവും നൽകുന്നില്ല. എന്നാൽ പ്രളയത്തിനു ശേഷം വെള്ളം വീട്ടിൽ കയറുന്ന പതിവായതോടെ നമ്മൾ പഴയ രീതിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തറ പൂർത്തിയായ ശേഷം വാതിൽ പിടിപ്പിക്കുമ്പോൾ അളവ് ശരിയാകാതെ വാതിൽ ചെറുതാക്കേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഫൈനൽ ഫ്ലോർ ലെവൽ കൃത്യമായി മനസ്സിലാക്കാതെ തറ നിർമ്മിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രാഗൽഭ്യമില്ലാത്ത തൊഴിലാളികളുടെ അഭാവം മൂലം ഇത്തരത്തിലെ സംഭവങ്ങൾ സാധാരണയായിട്ടുണ്ട്. മുറികൾക്ക് വ്യത്യസ്ത ഫ്ലോർ ലെവൽ വരുന്ന അബദ്ധങ്ങൾ പോലും ഇന്ന് സംഭവിക്കുന്നുണ്ട്. കട്ടള, വാതിൽ എന്നിവയുടെ അളവനുസരിച്ച് കൃത്യമായി ഫ്ലോർ ലെവൽ നിശ്ചയിച്ച ശേഷം വേണം തറ നിർമ്മിക്കാൻ. എല്ലാ മുറികളുടെയും വാട്ടർ ലെവൽ കൃത്യമായി നോക്കിയിരിക്കണം. എന്താണ് ഫ്ലോറിംഗിലെ പുതിയ ട്രെൻഡ്? വീടിന്റെ പ്രകൃതത്തിന് യോജിക്കുന്ന രീതിയിൽ ഫ്ലോറിംഗ് ചെയ്യുന്നതാണ് ഇന്നത്തെ രീതി. നിറം, ഫിനിഷ്, മെറ്റീരിയൽ എന്നിവ വീടിന് യോജിക്കുന്ന രീതിയിൽ വേണം തിരഞ്ഞെടുക്കാൻ. മുറിയുടെ വലുപ്പം, ഉപയോഗം എന്നിവ കൂടി കണക്കിലെടുത്താണ് ഇന്ന് ഫ്ലോറിംഗ് ചെയ്യുന്നത്. പണ്ട് കാലത്തെ പോലെ എല്ലാ റൂമിലും ഒരേ മെറ്റീരിയൽ എന്ന രീതി മാറിക്കഴിഞ്ഞു. വൃത്തിയാക്കാനുള്ള സൗകര്യം കൂടെ കണക്കിലെടുത്താണ് ഇന്നത്തെ ഫ്ലോറിംഗ് ചെയ്യുന്നത്. ടൈലിന്റെ ഡിസൈനും വലുപ്പവും ശ്രദ്ധിക്കാറുണ്ടെങ്കിലും എത്ര തരം ടൈലുകൾ ഉണ്ടെന്ന് പലരും ശ്രദ്ധിക്കാറില്ല. അടിസ്ഥാനപരമായി സെറാമിക്, വിട്രിഫൈഡ് എന്നീ രണ്ടിനം ടൈലുകളാണുള്ളത്. ക്ലേ അഥവാ കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സെറാമിക് ടൈലുകളും കളിമണ്ണിനോടൊപ്പം പലതരം ധാതുക്കളും ഉറപ്പു നൽകുന്ന മെറ്റീരിയലും ചേർത്ത് വിട്രിഫൈഡ് ടൈലുകളും. വിട്രിഫൈഡ് ടൈലുകൾക്ക് വലുപ്പം കൂടുതലാണ്, അവയ്ക്ക് ഉറപ്പും ബലവും കൂടുതലാണ്. ഗ്രാനൈറ്റ് വാളുകളുടെ വലുപ്പമുള്ള സൈസിൽ ടൈലുകൾ ലഭ്യമാണോ? ഇവ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 12x6, 10x4 അടി സ്ലാബ് സൈസിലുള്ള ടൈലുകൾ ഇന്ന് ലഭ്യമാണ്. ഇവ ഉപയോഗിക്കുമ്പോൾ ജോയിന്റുകളുടെ എണ്ണം കുറയും എന്നതാണ് മെച്ചം. ഇവ വലിയ റൂമുകളിലേക്കാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ചെറിയ റൂമുകളിൽ ഉപയോഗിച്ചാൽ വേസ്റ്റേജ് കൂടുമെന്നതാണ് പ്രശ്നം. 10mm, 12mm എന്നീ കനത്തിലാണ് ഇവ ലഭിക്കുക. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഗ്രൗട്ടോ പശയോ ചേർത്ത് വേണം ഇവ ഒട്ടിക്കാൻ. നാടൻ തറയോടുകൾ ഇന്ന് ലഭ്യമാണോ? ഇവയിൽ എന്തുകൊണ്ടാണ് വെള്ളപ്പൂപ്പൽ വരുന്നത്? ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ മെറ്റീരിയലാണ് ഫ്ലോറിംഗിൽ തറയോടുകൾ. 1.5 അടി, 1 അടി എന്നീ അളവുകളിലാണ് ഇവ ലഭിക്കുന്നത്. സ്ക്വയർ ഫീറ്റിന് 25 രൂപയാണ് ഇവയ്ക്ക് വരുന്ന വില. ഇവയ്ക്ക് പുറമെ ഇറക്കുമതി ചെയ്യുന്ന തറയോടുകൾക്ക് 50 രൂപ വരെ വില വരുന്നുണ്ട്. ഈർപ്പം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇവയിൽ വെള്ളപ്പൂപ്പലുകൾ കാണപ്പെടുന്നത്. വാക്സ് പോളിഷിംഗിലൂടെ ഇവ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഒട്ടിച്ച് അധിക നാൾ കഴിയും മുമ്പ് ടൈൽ പൊട്ടിപ്പോകുന്നതായും വശങ്ങൾ ഇളകിപ്പോകുന്നതായും കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശരിയായ രീതിയിൽ ടൈൽ ഒട്ടിക്കാത്തതിന്റെ അനന്തരഫലമാണിത്. ടൈലിന് തറയുമായുള്ള പിടുത്തം വിടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരേ നിരപ്പിൽ ഒരേ കനത്തിൽ പരിക്കനിട്ട ശേഷം ടൈലിന്റെ അടിഭാഗത്ത് ചാന്തോ പശയോ തേച്ച ശേഷം വേണം ടൈൽ ഒട്ടിക്കാൻ. പുതിയ ടൈലിന്റെ അടിവശത്ത് ചുരണ്ടുമ്പോൾ വെള്ള നിറത്തിലുള്ള പൊടികൾ ഇളകി വരാറുണ്ട്. എന്തെങ്കിലും അപാകതയുണ്ടോ? സാധാരണയായി കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന ടൈലിന്റെ അടിവശം ബ്രൗൺ നിറമാണ്. കളിമണ്ണിനോടൊപ്പം മാർബിൾ പൊടി കൂടെ ചേർക്കുമ്പോഴാണ് വെള്ള നിറം ടൈലിന്റെ അടിവശത്തുണ്ടാകുന്നത്. മാർബിളിന്റെ അംശം കൂടിയാൽ ഒട്ടിക്കുമ്പോൾ പിടുത്തം കുറയാനുള്ള സാധ്യതയുണ്ട്. ടൈൽ, ഗ്രാനൈറ്റ് എന്നിവയിൽ കറ പിടിക്കുമോ? ഇത് കളയാൻ മാർഗമുണ്ടോ? ആസിഡ് പോലെ വീര്യം കൂടിയ സാധനങ്ങളാണെങ്കിൽ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് വിപണിയിൽ സ്റ്റെയിൻ റിമൂവർ ഒരുപാട് അവൈലബിൾ ആണ്. ഇവ നിശ്ചിത സമയത്തേക്ക് തേച്ചു പിടിപ്പിച്ച് കഴുകി കളഞ്ഞാൽ ഒരു പരിധിവരെ കറ റിമൂവ് ചെയ്യാൻ പറ്റും. ടൈൽ ഒട്ടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പോൾ മണലിന് പകരം എംസാൻഡ് ആണ് ടൈൽ ഒട്ടിക്കാനായി ഉപയോഗിച്ചു വരുന്നത്. പെട്ടെന്ന് തന്നെ ഈർപ്പം വലിച്ചെടുക്കുമെന്നതാണ് എംസാൻഡിന്റെ പ്രത്യേകത. എന്നാൽ ശരിയായ അളവിലല്ല വെള്ളവും സിമന്റും ചേർക്കുന്നതെങ്കിൽ പരിക്കനിൽ ടൈൽ ഒട്ടിപ്പിടിക്കില്ല. ശ്രദ്ധയോടെ വേണം ടൈൽ ഒട്ടിക്കാൻ.
കഴിവതും മണൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വാട്ടർ പ്രൂഫിംഗ് മിശ്രിതം കൂടി ടൈൽ ഒട്ടിക്കുന്നതിൽ ചേർത്താൽ കുറച്ചുകൂടെ ഗുണം ചെയ്യും.